بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين أما بعد ബഹുമാന്യരായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അതിപ്രധാനമായ ഒരു ഭാഗമാണ്. പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ. കൃത്യമായ അതിൻ്റെ മഖ്റജിൽ നിന്ന് ഓരോ ഹർഫും മൊഴിഞ്ഞുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം പാരായണം നിർവഹിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ മഖാരിജ് ആമ്മ അല്ലെങ്കിൽ മഖാരിജ് റഈസിയ്യ എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട പൊതുവായ 5 മഖ്റജുകളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇനി നമുക്ക് മഖാരിജ് ഖാസ, പ്രത്യേകമായ വേർതിരിച്ചുകൊണ്ടുള്ള ഓരോ ഹർഫിൻ്റെയും കൃത്യമായ മഖ്റജുകളെക്കുറിച്ചുള്ള വിശകലനമാണ് അവശേഷിക്കുന്നത്. പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഒന്നാമത്തെ മഖ്റജ് അൽ ജൗഫ് ആണെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. റഈസിയായ പ്രധാനപ്പെട്ട പൊതുവായ മഖ്റജുകളിൽ ഒന്നാമത്തേത് ജൗഫാണ്. അന്തർഭാഗം, ശൂന്യമായ ഉള്ളിൽ ആ ഒരു പ്രദേശം, ആ ഒരു ഭാഗം, ആ ഒരു ഏരിയ, അതാണ് ജൗഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വിശദമായി പറഞ്ഞാൽ അൽ ഖലാഉൽ വാഖിഉ ദാഖിലൽ ഹൽഖി വൽ ഫം, അൽ ഖലാഉൽ വാഖിഉ ദാഖിലൽ ഹൽഖി വൽ ഫം, അതാണ് ജൗഫ്. ജൗഫിൻ്റെ അർത്ഥം തന്നെ ഖലാ എന്നാണ്, ഒഴിഞ്ഞതാവുക, ശൂന്യമായത്, പൊള്ളയായത്. ഉദ്ദേശിക്കുന്നത് വായയുടെയും തൊണ്ടയുടെയും, തൊണ്ട മുതൽ വായ വരെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഭാഗത്തായി വിശാലമായി നിൽക്കുന്നതായ ആ ഒരു ഏരിയ, ഈ ഭാഗത്തിനാണ് ജൗഫ് എന്ന് പറയുക. മഹാനായ ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ലിൽ ജൗഫി ആലിഫുൻ വ ഉഖ്താഹ വഹി ഹുറൂഫു മദ്ദിൽ ലിൽ ഹവാഇ തൻതഹി. അത് മറ്റൊരു രൂപത്തിൽ ഫഅലിഫുൽ ജൗഫി വ ഉഖ്താഹ വഹി ഹുറൂഫു മദ്ദിൽ ലിൽ ഹവാഇ തൻതഹി. 2 രൂപത്തിൽ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ജൗഫിന് അലിഫുണ്ട്, അതിൻ്റെ 2 സഹോദരിമാരുമുണ്ട്, അഥവാ അലിഫും വാവും യാവും. ഹുറൂഫു മദ്ദിൻ, ദീർഘാക്ഷരങ്ങളായ, ലിൽ ഹവാഇ, അത് ഹവായിൽ തൻതഹി, അവസാനിക്കുന്നു. പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചത്, ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഹർഫുകളെ ദീർഘിപ്പിക്കുമ്പോൾ ആ ശബ്ദം അവിടെ അവസാനിക്കുകയാണ്. അവിടെ മുമ്പിൽ ഒരു ഹാജിസ്, ഒരു തടസ്സം വരാൻ പാടില്ല. വിശദീകരിക്കാം. ഉദാഹരണമായി ബ എന്ന് പറയുക. പരിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുന്നു. ഇന്നഹു കാന തവ്വാബ, തവ്വാബ, തവ്വാബ. അവിടെ അവസാനിപ്പിക്കണം. ഹവായിൽ ചെന്ന് അവസാനിക്കുന്നു, അഥവാ ശൂന്യതയിൽ, അല്ലെങ്കിൽ ഹവായിൻ്റെ അർത്ഥം അന്തരീക്ഷം, വായു, ശ്വാസം, കാറ്റ്, ഇങ്ങനെ പല അർത്ഥമുണ്ട്. അപ്പം അങ്ങനെ അവസാനിക്കണം. അവിടെ തവ്വാബ, തവ്വാബ എന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഹംസ സാക്കിനത്തായി ഉച്ചരിക്കപ്പെടുകയാണ്. സാക്കിനത്തായ ഒരു ഹംസ നമ്മളവിടെ ഉച്ചരിക്കുകയാണ്. അല്ലെങ്കിൽ തവ്വാബ എന്ന് പറഞ്ഞ് ശ്വാസം പെട്ടെന്ന് അങ്ങ് മുറിക്കുമ്പോൾ അവിടെ ഒരു ഹാ നമ്മൾ കൂടുതലായി ഉച്ചരിക്കുകയാണ്, സാക്കിനത്തായ ഹാ. അല്ലെങ്കിൽ പെട്ടെന്ന് ചുണ്ട് പൂട്ടി വെക്കുമ്പോൾ തവ്വാബ, ചെറിയതായ ഒരു മീമിൻ്റെ ശബ്ദം അവിടെ വരികയാണ്.
അങ്ങനെയൊന്നും പറ്റില്ല. അതാണ് ഹുറൂഫു മദ്ദിൽ ലിൽ ഹവാഇ തൻതഹി എന്ന് പറഞ്ഞത്. ആ രൂപത്തിൽ നമ്മൾ എന്ത് വേണം? ബ, ബു, ബി. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, അങ്ങനെ അവസാനിപ്പിക്കണം. ഫസ്ജുദൂ ലില്ലാഹി വഅ്ബുദൂ, സൂറത്തുൻ നജ്മിൻ്റെ അന്ത്യം. അങ്ങനെ വാവ് കൊണ്ട് അവസാനിപ്പിക്കണം. ഇതാണ് ദീർഘാക്ഷരങ്ങൾക്ക് ഉച്ചാരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം. ദീർഘാക്ഷരങ്ങൾ 3 അലിഫ്, വാവ്, യ എന്ന് വെച്ചാൽ ഫത്ഹ മുൻകടന്നതായ അലിഫും ദമ്മ മുൻകടന്നതായ സാക്കിനത്തായ വാവും കസ്ർ മുൻകടന്നിട്ടുള്ളതായ സാക്കിനത്തായ യാവും. ഈ 3നും സുക്കൂനാണ്. അലിഫിനും വാവിനും യായിനും സുക്കൂനായിരിക്കും. അലിഫിന് അനുയോജ്യമായിട്ടുള്ളതായ ഹറക്കത്ത് തൊട്ടു മുമ്പിൽ ഫത്ഹ്. അപ്പോൾ ഫത്ഹിനെ ദീർഘിപ്പിക്കുന്ന ദീർഘാക്ഷരമായ അലിഫ്, ദമ്മിനെ ദീർഘിപ്പിക്കുന്ന ഉകാരത്തെ ദീർഘിപ്പിക്കുന്ന ദീർഘാക്ഷരമായ വാവ്, സാക്കിനത്തായ വാവ്, കസ്ർ അഥവാ ഇകാരത്തെ ദീർഘിപ്പിക്കുന്ന ദീർഘാക്ഷരമായ സാക്കിനത്തായ യാ. വിശദമായി പറഞ്ഞാൽ ഇവയാണ് ദീർഘാക്ഷരങ്ങളായ അലിഫും വാവും യാവും. അതിൻ്റെ മഖ്റജാണ് നിങ്ങൾക്ക് പുസ്തകത്തിൽ, ചിത്രത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊണ്ട മുതൽ വായ വരെ നീണ്ടു നിൽക്കുന്ന വിശാലമായി കിടക്കുന്നതായ ആ ഒരു പ്രദേശം, ആ ഒരു ഭാഗം, അവിടെ നിന്നാണ് ഈ 3 അക്ഷരങ്ങളും ഇവയുടെ ശബ്ദം ഉച്ചരിക്കുന്നത്. ദീർഘിപ്പിച്ചുകൊണ്ട് നാം അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ അവിടെ നിന്നാണ് ആ ശബ്ദം പുറപ്പെടുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.